ഹായ്. ഇന്നത്തെ വീഡിയോയില് നമ്മള് മനുഷ്യന്റെ അത്ഭുത സിദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും മനുഷ്യനെ നിസ്സാരമായിട്ട് കാണുന്നു. എന്നാൽ ഈ വീഡിയോയിൽ മനുഷ്യന്റെ അത്ഭുത സിദ്ധിയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രായപൂർത്തിയായ ഒരാളുടെ മസ്തിഷ്കത്തിൽ ഏകദേശം 10,000 കോടി ന്യൂറോണുകളുണ്ട്. ഒരു ഗാലക്സിയിൽ 10,000 കോടി നക്ഷത്രങ്ങൾ ഉള്ളതുപോലെ. മസ്തിഷ്കത്തിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾക്ക് നാം അനുഭവിച്ചതും ചിന്തിച്ചതുമായ വിവരങ്ങളുടെ 100 ട്രില്യൺ കെട്ടുകളെ ത്രിമാന രൂപത്തിൽ ശേഖരിച്ചു വെക്കാൻ കഴിയും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ 100 ട്രില്യൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് എന്ന് എഴുതിയിട്ട് 15 മില്യൺ പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യ എത്രയാണോ അത്രയും നേഴ്സിന്റെ കണക്ഷൻ ഉണ്ട് നമുക്ക്. നമ്മുടെ കോർട്ടക്സിൽ മാത്രം 10,000 കോടി കോശങ്ങളുണ്ട്. ഇത്രയും അത്ഭുതകരമായ അതിശക്തമായ ഒരു തലച്ചോറാണ് നമുക്കുള്ളത്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന് തുല്യമായ ഒരു കമ്പ്യൂട്ടർ നിർമ്മിച്ചാൽ അതിന് ഭൂമിയോളം വലിപ്പം വരും. ഒരു മനുഷ്യന്റെ ജനിതക ഘടനയുടെ പ്രിന്റ് രേഖപ്പെടുത്തിയാൽ അത് 1000 പേജുള്ള പുസ്തകത്തിലും കൊള്ളാത്തത്ര വലിപ്പമുണ്ടായിരിക്കും. മനുഷ്യ ശരീരത്തിലെ അത്ഭുതങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് മനുഷ്യ ശരീരത്തിലാണ്. ഇതിന്റെ പ്രവർത്തനം അതീവ സങ്കീർണവും വിസ്മയകരവുമാണ്. ഒരു ഓട്ടോമാറ്റിക് സൂപ്പർ സംവിധാനം പോലെ 24 മണിക്കൂറും വിശ്രമമില്ലാതെ ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്കുള്ളത്. ലക്ഷങ്ങൾ വില വരുന്ന അത്യാധുനിക ക്യാമറയെ വെല്ലുന്ന നമ്മുടെ കണ്ണുകൾ ഒരു വസ്തുവിന്റെ ചിത്രം എത്ര വ്യക്തതയോടെ അതിന്റെ ത്രിമാന ആകൃതിയെ തനതായ വർണ്ണസമുന്നയ ചാരുതയോടെ ഗ്രഹിക്കാൻ ഒരു സെക്കൻഡിന്റെ ഒരു സമയം പോലും വേണ്ട എന്നാണ് പറയുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ ഹൃദയത്തെ ഒക്കെ ഉള്ള കഴിവുകളൊന്ന് ആലോചിച്ചാൽ നമ്മൾ അമ്പരന്ന് പോകും. ഹൃദയം ഒരു ദിവസത്തിൽ ഏതാണ്ട് 1,00,000 തവണ സ്പന്ദിക്കുന്നുണ്ട്. പ്രതിദിനം 10,000 ലിറ്റർ രക്തത്തെയാണ് അത് പമ്പ് ചെയ്യുന്നത്. ഇനി ശ്വാസകോശത്തിലേക്ക് എടുത്താലോ, ഒരു ദിവസം 1000 ലിറ്റർ വായു ശ്വാസകോശത്തിലൂടെ കടന്നു പോകുന്നു. കണ്ണിനെ വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ കണ്ണിന്റെ റെറ്റിനയിൽ പ്രകാശ സംവേദനക്ഷമമായ 10 കോടി കോശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. രക്തത്തിലെ രക്തക്കുഴലുകളുടെ ആകെ നീളം 50,000-ലേറെ മൈലാണത്ര. ഒരു ഭ്രൂണം രൂപപ്പെട്ട് ഇത് തൊട്ട് കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാലത്ത് അതിന്റെ തൂക്കം 500 കോടിയോളം വർദ്ധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചലിപ്പിക്കാൻ കഴിവില്ല, സ്വന്തമായി ആഹാരം പോലും കഴിക്കാൻ കഴിയില്ല. ഇന്ന് ഉടനെ അടുത്താണ് മരിച്ചത് അദ്ദേഹം. ഇന്ന് കണക്കാക്കുന്ന ഏറ്റവും പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. കാലത്തിന്റെ ഹ്രസ്വചരിത്രം, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ളൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്ര ചിന്തകളിൽ പുതിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. പ്രപഞ്ചോൽപത്തി, നക്ഷത്ര സമൂഹങ്ങൾ തുടങ്ങിയ പ്രപഞ്ച രഹസ്യങ്ങൾക്ക് പുതിയ നിർവചനം നൽകിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. ഒട്ടും ചലിക്കാത്ത ശരീരവും ദുർബലമായ കണ്ണുകളുമായി ഹോക്കിൻസ് ഇത്രയൊക്കെ ചെയ്തു. പ്രപഞ്ചത്തിൽ എല്ലാ സൂക്ഷ്മ ചലനങ്ങളും അറിഞ്ഞ് കാലചരിത്രം തന്നെ ചുരുക്കി എഴുതുകയായിരുന്നു അദ്ദേഹം. ശരീരം ഏതാണ്ട് നിശ്ചലമായാൽ പോലും മനസ്സിന്റെ അപാര ശക്തി കൊണ്ട് നമുക്ക് ലോകത്തെ കീഴടക്കാൻ സാധിക്കും. ഇതാണ് സ്വപ്നത്തിന്റെ ശക്തി. അമേരിക്കൻ ശാസ്ത്രത്തിന്റെ പിതാവായ വില്യം ജെയിംസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലോകത്തെ തന്നെ ചലിപ്പിക്കാൻ കഴിയുന്നു. ഇത്രയും ശക്തനായ മനുഷ്യരായ നമ്മൾ ഇപ്പോഴും പറയുന്ന പരാതികളെ നമുക്കൊന്ന് നോക്കാം. എന്റെ സാമ്പത്തികം മോശമാണ്, കുടുംബാന്തരീക്ഷം മോശമാണ്, ബുദ്ധി കുറവാണ്, സൗന്ദര്യമില്ല, സമൂഹത്തിൽ പിന്നോക്കമാണ്, ആരോഗ്യമില്ല, ഞാൻ എവിടെയും അവഗണിക്കപ്പെടുന്നു, എന്റെ കഴിവുകൾ കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല, എല്ലാവർക്കും ഞാൻ പരിഹാസ്യനാണ്, സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല, എല്ലാം തുടങ്ങി വെക്കും, ഒന്നും പൂർണ്ണമാകില്ല, കുറ്റബോധം അലട്ടുന്നു, ഞാൻ രക്ഷപ്പെടാനാകാത്ത വിധം പ്രശ്നത്തിലാണ്, ഞാൻ ചൂഷണം ചെയ്യപ്പെടുന്നു, എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ഞാനൊരു അധികപ്പറ്റാണ്, ആത്മഹത്യ മാത്രമേ രക്ഷയുള്ളൂ, ഞാൻ ചതിക്കപ്പെട്ടു, മക്കളുടെ ഭാവി ഓർത്ത് ഞാൻ ഉത്കണ്ഠാകുലനാണ്. അങ്ങനെ അങ്ങനെ എത്ര പരാതികളാണ് നമുക്ക്. പോരാത്തതിന് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, പിന്നെ എന്നെ ആരും അംഗീകരിക്കുന്നില്ല,
അങ്ങനെ കുറേ പ്രയാസങ്ങൾ ഓരോരുത്തർക്കുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കഴിവുള്ള നമ്മളാണ് ഇത്രയും പരാതി പറയുന്നത്. അപ്പൊ നമ്മളുടെ കഴിവും ശക്തിയും ഒന്ന് മനസ്സിലാക്കി ഒരു ലക്ഷ്യം എഴുതി വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഉയരാൻ സാധിക്കും. അപ്പോ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ പരാതിയിൽ എത്ര പരാതികൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നിൽ വെക്കാറുണ്ട്, മറ്റുള്ളവരുടെ മുന്നിൽ വെക്കാറുണ്ട്? ഇനി പരാതി ഒഴിവാക്കിയിട്ട് നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞ് ലക്ഷ്യം എഴുതി വെച്ച് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മുന്നോട്ട് പോവുക. ജീവിത വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ കമന്റിൽ അറിയിക്കും. താങ്ക് യു.